കേരള ധനകാര്യമന്ത്രി സത്യപ്രതിജ്ഞ ലംഘനം നടത്തി സിദ്ദീഖ് കാപ്പനെ കാക്കുന്നത് സംബന്ധിച്ച് എനിക്ക് വളരെ വിലയേറിയ ചില അറിവുകൾ ലഭിക്കുകയുണ്ടായി. ഞാനത് ഇവിടെ വായിക്കാം. ധനമന്ത്രി ബാലഗോപാലിൻ്റെ മാപ്രപ്രീണനവും സിദ്ദീഖ് കാപ്പനെ സംരക്ഷിക്കലും ധനവിജിലൻസ് വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഊരാക്കുടുക്കായിട്ടുണ്ട്. തീവ്രവാദി സിദ്ദീഖ് കാപ്പൻ്റെയും കൂട്ടരുടെയും സർക്കാർ ഫണ്ട് വെട്ടിപ്പ് മൂടിവെക്കാനായി ധനമന്ത്രി ബാലഗോപാൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തുന്നത്. കൃത്യനിർവഹണത്തിൽ സ്വജനപക്ഷപാതം കാണിക്കൽ, ഭയമോ പ്രീതിയോ ഇല്ലാതെ പ്രവർത്തിക്കുമെന്ന സത്യവാചകത്തിന് കടകവിരുദ്ധമാണ്. കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി ഘടകം സെക്രട്ടറി ആയിരുന്ന സിദ്ദീഖ് കാപ്പൻ 2020 ഒക്ടോബറിൽ UAPA കേസിൽ UP പോലീസിൻ്റെ പിടിയിലാകുന്നതിന് മുമ്പ് സർക്കാർ ഫണ്ട് വെട്ടിപ്പ് നടത്തിയതായി IPRD ന്യൂഡൽഹി ഡെപ്യൂട്ടി ഡയറക്ടർ PRD ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിരുന്നു. KUWJ ഡൽഹി ഘടകത്തിന് പ്രസ് ക്ലബ് സബ് ഓഫീസ് നിർമ്മിക്കാനായി കേരള സർക്കാർ അനുവദിച്ച 25 ലക്ഷം രൂപ ദുർവിനിയോഗം ചെയ്തതായി ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. സർക്കാർ ഫണ്ടിന് PRD വിനിയോഗ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടതോടെയാണ് കാപ്പനും കൂട്ടരും കുടുങ്ങിയത്. യൂണിയൻ സെക്രട്ടറി എന്ന നിലയിൽ കാപ്പൻ സമർപ്പിച്ച കൊട്ടത്താപ്പ് കണക്കുകൾ സർക്കാർ അംഗീകരിച്ചില്ല. സർക്കാർ ഫണ്ടിൽ നിന്ന് കാപ്പൻ 45,000 രൂപ വ്യക്തിപരമായി എഴുതിയെടുത്തതായും ബാങ്ക് രേഖകളിൽ വ്യക്തമായി. കാപ്പന് മുമ്പ് ഭാരവാഹിത്വം വഹിച്ചിരുന്ന പ്രശാന്ത് രഘുവംശം, PK മണികണ്ഠൻ, ദേശാഭിമാനി പ്രശാന്ത് എന്നിവരും വെട്ടിപ്പിൽ പങ്കാളികളായിരുന്നു. അനുവദിച്ച കാര്യത്തിനല്ല തുക ചെലവിട്ടതെന്നും അതിലും ബില്ലുകളും വൗച്ചറുകളും ഇല്ലെന്നും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരുന്നു. സർക്കാർ ഫണ്ട് ബാങ്കിൽ FD ആക്കി പലിശ വരുമാനം ഉണ്ടാക്കുക എന്ന ഗുരുതരമായ ക്രമക്കേടും ഡെപ്യൂട്ടി ഡയറക്ടർ കണ്ടെത്തിയിരുന്നു. തുടർന്ന് IPRD ഇൻസ്പെക്ഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയും ക്രമക്കേട് സ്ഥിരീകരിച്ചു. ഇക്കാലത്ത് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായിരുന്ന ജോൺ ബ്രിട്ടാസ് ഇടപെട്ട് ഫയൽ തടഞ്ഞുവെച്ചു. അപ്പോഴാണ് അക്കൗണ്ടന്റ് ജനറൽ PRDയിൽ നടത്തിയ പരിശോധനയിൽ പ്രസ് ക്ലബ്ബുകൾക്ക് അനുവദിച്ച സർക്കാർ ഫണ്ട് വിനിയോഗത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയത്. ഇതോടെ IPRDയിൽ ഫയൽ വീണ്ടും അനക്കം വെച്ചു. IPRD സെക്രട്ടറിയുടെ ശുപാർശ പ്രകാരം ഇതേക്കുറിച്ച് ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവായി. 2022 സെപ്റ്റംബറിൽ ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് ഡൽഹിയിൽ KUWJ ഭാരവാഹികളെ ചോദ്യം ചെയ്ത് സർക്കാർ ഫണ്ട് വെട്ടിപ്പിന് തെളിവുകൾ ശേഖരിച്ചു. ഗുരുതരമായ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി 2023 മാർച്ചിൽ ധനവകുപ്പ് ഇൻസ്പെക്ഷൻ വിങ് റിപ്പോർട്ട് സമർപ്പിച്ചു. ധനമന്ത്രി ബാലഗോപാൽ ഈ ഘട്ടത്തിലാണ് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയത്. അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെട്ട ഫയൽ വിളിച്ചു വരുത്തി മന്ത്രി പൂഴ്ത്തിവെച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസും ഇതേ വിഷയം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ധനവകുപ്പ് അന്വേഷണ റിപ്പോർട്ട് തുടർ നടപടികൾക്കായി വിജിലൻസ് IPRD വകുപ്പുകൾക്ക് കൈമാറേണ്ടതിന് പകരം ഫയൽ മന്ത്രി കൈവശം വെച്ചിരിക്കുകയാണെന്ന് 6/7/23 തീയതിയിൽ വിജിലൻസ് ഡയറക്ടർ കോൺഫിഡൻഷ്യൽ നമ്പർ, ഞാൻ കത്തിൻ്റെ നമ്പർ ഇതിലുണ്ട്, അത് വായിക്കുന്നില്ല, നമ്പർ കത്ത് പ്രകാരം വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയെ അറിയിച്ചു. ഇതനുസരിച്ച് അന്വേഷണ റിപ്പോർട്ടിന്മേൽ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കാൻ വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. 2 വർഷം കഴിഞ്ഞിട്ടും അന്വേഷണ റിപ്പോർട്ട് ഉൾപ്പെട്ട ഫയലിന് അനക്കമില്ലെന്ന് കണ്ട് വിജിലൻസ് ഡയറക്ടർ 16/9/25 തീയതിയിൽ കോൺഫിഡൻഷ്യൽ സെക്ഷൻ CS2 41.029/2025 DVACB നമ്പർ കത്ത് പ്രകാരം ധനവകുപ്പ് അന്വേഷണ റിപ്പോർട്ടിന്മേൽ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി. ഇത് പ്രകാരം വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറി 15/10/25 തീയതിയിലെ വിജിലൻസ് നമ്പർ കത്ത് പ്രകാരം തുടർ നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. ഇതേസമയം അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ നിന്നും ധനവകുപ്പ് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് തുടർച്ചയായി കത്തുകൾ അയച്ചിരുന്നു. AGയിൽ നിന്ന് 5 റിമൈൻഡറുകൾ കിട്ടിയിട്ടും മറുപടി നൽകാനാകാതെ നിസ്സഹായാവസ്ഥയിലാണ് ധനവകുപ്പ്. ഫയൽ മന്ത്രി തന്നെ പൂഴ്ത്തിവെക്കുന്നതായി AG അറിയിക്കാൻ കീഴുദ്യോഗസ്ഥർക്ക് കഴിയാത്തതിനാൽ റിമൈൻഡറുകൾക്ക് മറുപടി നൽകാതെ മൗനം പാലിക്കുകയാണ് ധനവകുപ്പ്. ധനമന്ത്രിയുടെ പിടിവാശി കാരണം പെൻഷൻ മുടങ്ങുമോ എന്ന ആശങ്കയും ധനവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർക്കുണ്ട്. AG റിപ്പോർട്ടിൽ ധനവകുപ്പിലെ ചുമതലക്കാരായ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങളുണ്ട്. ഇതിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാലയളവിൽ വിരമിച്ചാൽ പെൻഷൻ കടലാസുകൾ AG ഓഫീസിൽ കുടുങ്ങും. സിദ്ദീഖ് കാപ്പൻ ഉൾപ്പെട്ട മാപ്രസംഗത്തെ വിജിലൻസ് കേസിൽ നിന്നും രക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലാണ് ധനമന്ത്രി അന്വേഷണ റിപ്പോർട്ട് അടങ്ങിയ IWA1/11/2022 FIN നമ്പർ ഫയലിൽ അടയിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണത്തിന് കടമെടുക്കേണ്ടി വരുന്ന ധനമന്ത്രിയുടെ പിടിപ്പുകേടുകൾ മറച്ചുവെച്ച്
ക്ലീൻ ഇമേജ് നൽകാൻ മാപ്ര സംഘത്തിൻ്റെ സഹായവും മന്ത്രിക്ക് ലഭിക്കുന്നുണ്ട്. കള്ളന്മാരായ മാപ്ര യൂണിയനു കഞ്ഞി വയ്ക്കുന്ന ധനമന്ത്രി കാരണം വെട്ടിലായിരിക്കുന്നത് ധനവകുപ്പിലെ ഉദ്യോഗസ്ഥരാണ്. ഇതേപ്പറ്റി എല്ലാ ഡീറ്റെയിൽസും എൻ്റെ കൈവശമുണ്ട്. ഇതേപ്പറ്റിയുള്ള എല്ലാ റെക്കോർഡുകളുമുണ്ട്. അധികൃതമായി കിട്ടിയത് തന്നെയായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ധനമന്ത്രി തന്നെ ഇത്തരത്തിലുള്ളൊരു ഫയൽ മറച്ചു വയ്ക്കുക, ഇത്രയും നാളായിട്ട് അതിൽ നടപടി എടുക്കാതിരിക്കാനായിട്ട് സ്വന്തം കയ്യിൽ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റാണ്. അതുവഴി ഒരു വിഭാഗം ജേർണലിസ്റ്റുകളെ പ്രീണിപ്പിക്കുകയും അവരിൽ നിന്ന് സ്വന്തം ഇമേജ് വളർത്തിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ധനമന്ത്രി ചെയ്യുന്നത്. അത് ശരിയായ ഒരു കാര്യമല്ല. അവ ചെയ്തിരിക്കുന്ന സത്യപ്രതിജ്ഞയുടെ കൃത്യമായ ലംഘനമാണ്.